ഇന്ന് നമുക്ക് ഈ ഇനത്തിൽപ്പെട്ട ഒരുതരം കറിവേപ്പിലയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഇത് എങ്ങനെ നട്ടുവളർത്തണമെന്നും ഇതിന് എന്തൊക്കെ പരിചരണം, എന്തൊക്കെ വളം കൊടുക്കണം എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കാം. കറിവേപ്പ് ചെടി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഒക്കെ ഒരു മുരടിച്ച് നിൽക്കുകയല്ലാതെ ഒന്നും വേണ്ട വിധത്തിൽ വളർന്നു കിട്ടുകയില്ല. ഇനി നല്ല പരിചരണം കൊടുത്ത് വളർത്തിയാലും അതിനൊരു പരിധിയുണ്ട്. അതൊരു കറിവേപ്പ് മരമായി മാറുകയില്ല. അതിന് നമ്മൾ ഈ ഇനത്തിൽപ്പെട്ട ചെടി തന്നെ വളർത്തണം. 6 മാസം മുമ്പ് ഒരു നഴ്സറിയിൽ നിന്നും ഞാൻ വാങ്ങിച്ചതാണ് ഈ തൈ. 6 മാസം കൊണ്ട് ഇത്രയേറെ വളർച്ച കിട്ടിയെങ്കിൽ ഇത് ഒരു കറിവേപ്പ് ചെടിയല്ല, കറിവേപ്പ് മരമായി തന്നെ മാറും എന്നെനിക്ക് ഉറപ്പാണ്. ഇനി ഇത് ഏത് ഇനമാണ് എന്നൊന്നറിയാം. ഈ ഇനത്തിൽപ്പെട്ട കറിവേപ്പ് ചെടിയെക്കുറിച്ച് അവരോട് ഞാൻ കൂടുതൽ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇത് നമ്മുടെ നാടൻ കറിവേപ്പില പോലെയല്ല. ഇതിൻ്റെ വളർച്ച പെട്ടെന്നായിരിക്കും. സുഹാസിനി എന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഇത്. ജന്മദേശം തമിഴ്നാടാണ്. പ്രത്യേകിച്ച് അധികമായ ഒരു പരിചരണവും ഇതിന് വേണ്ട. ചെറിയ തോതിൽ തന്നെ നമ്മളൊന്ന് നോക്കിക്കൊണ്ട് നടന്നാൽ പെട്ടെന്ന് തന്നെ വളർന്നു വരും. കൂടുതൽ കീടങ്ങളുടെ ശല്യമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ ഇലപ്പുള്ളി രോഗം, അതിന് കടകളിൽ നിന്നും അതിനുള്ള മരുന്നുകളൊക്കെ വാങ്ങാനുണ്ട്. നല്ല പുളിച്ച കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്താലും അതിനൊക്കെ ഒരു പരിഹാരമാണ്. ഇത് വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈയാണ്. നമ്മുടെ നാടൻ കറിവേപ്പിലക്ക് വരുന്നത് പോലെ അടിയിൽ നിന്നും വേരുകളിൽ നിന്നും കൂടുതലായിട്ട് ശാഖകളൊന്നും കാണാറില്ല. നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു 2 അടി വീതിയിലും താഴ്ചയിലും ഒരു കുഴിയെടുത്ത് അതിലെ മണ്ണ് കരയ്ക്ക് കയറ്റിയിടുക. അങ്ങനെ എടുത്തിട്ട് മണ്ണിൽ കുറച്ച് കുമ്മായം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് നനച്ചിടുക. 2 ആഴ്ച കഴിഞ്ഞാൽ ആ മണ്ണ് നമ്മൾ എടുത്ത കുഴിയിലേക്ക് തന്നെ ഫുള്ളായിട്ട് നിറയ്ക്കുക. കുമ്മായത്തിന് പകരം ഡോളോമിറ്റ് അതും ഉപയോഗിക്കാം. ഡോളോമിറ്റ് ആണെങ്കിൽ നമുക്ക് കുഴിച്ചിടുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 2 ആഴ്ച ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുഴിയിലേക്ക് തന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, അല്പം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നല്ലപോലെ മിക്സ് ചെയ്ത് വേണം കുഴി നിറയ്ക്കാൻ. ചാണകപ്പൊടി അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ മിതമായ രൂപത്തിൽ മതി. കാരണം ചെടിയൊന്ന് വളർന്ന് വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് കൂടുതൽ വളം ചെയ്താൽ മതി. ചെടി അത്യാവശ്യം വേരൊക്കെ പിടിച്ച് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെയും വളം കൊടുക്കാം. ഉണങ്ങിയ ആട്ടിൻ കാഷ്ടം പൊടിച്ച് അതിൻ്റെ ചുവടെ ചേർത്ത് കൊടുത്താൽ അത് ചെടി പെട്ടെന്ന് വളർന്നു വരാൻ സഹായിക്കും. എന്നും ഒരേ വളം തന്നെ കൊടുക്കാതെ ഇടയ്ക്ക് നമുക്ക് വളങ്ങളൊന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ നമ്മൾ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത തവണ ഇതുപോലെ ആട്ടിൻ കാഷ്ടം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക. ഇത് 2 മാസത്തിൽ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി. നല്ല സൂര്യപ്രകാശം ചെടിക്ക് ആവശ്യമാണ്. നമ്മുടെ മണ്ണിലേക്ക് വേര് ഇറങ്ങി ചെടിയൊന്ന് വളർന്നു വരുന്നത് വരെ എന്നും മിതമായ രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുക. അധികം വെള്ളം വേണ്ട. ഒരിക്കലും മുരട്ട് വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം. തൈ അത്യാവശ്യം വളർന്നു കഴിഞ്ഞാൽ എന്നും കൊടുക്കുന്ന നന നമുക്ക് ഒഴിവാക്കാം. പിന്നീട് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം മാത്രം നനച്ചാൽ മതി. മറ്റു ജൈവവളങ്ങളും കടയിൽ വാങ്ങാൻ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.